ഗ്ലാസ് സീലിംഗ് AC അങ്ങനെ തൃശ്ശൂരിലെ നടപ്പത വൻ സെറ്റപ്പ് അല്ലേ? തൃശ്ശൂരിലെ ആകാശപാത കാണാൻ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിനെ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ തയ്യാറാണ്. എങ്ങനെയാണ് മാതൃകാപരമായി ഒരു പദ്ധതി പൂർത്തീകരിക്കേണ്ടതിന് തൃശ്ശൂർ മോഡലുണ്ട്. എങ്ങനെ ശാസ്ത്രീയമായി ആകാശപാത ഉണ്ടാക്കാന്ന് വരെ മൂപ്പരിക്കറിയാം. എന്നിട്ടാണോ പുള്ളിനെ ഇങ്ങനെ അപമാനിക്കണത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ബുദ്ധിയും കഴിവും കാണണമെങ്കിലേ നിങ്ങൾ വേണമെങ്കിൽ കോട്ടയം ആകാശപാത ഒന്ന് വന്ന് കണ്ടുനോക്ക്. വെടിയുക ബഹുകഷ്ടം ഈ ശീലം പാടെ മറക്കാൻ എന്നൊരു വിമ്മിഷ്ടം നിർത്താനിതു തക്കം പിരിയുക പടുദുഃഖം ഇത് കാലം തെറ്റി മനസ്സിൽ കേറിയ കൂടോത്രം. ആകാശപാതയുടെ പല കമ്പികളും തുരുമ്പെടുത്ത് ഒരു വിധായി. എന്നിട്ടും എന്റെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് ആകാശപാത അതുപോലെ തന്നെ ഇട്ടേക്കാണ് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വയനാട്ടിലൊക്കെയുള്ള ഗുഹയിൽ കൂടെ കയറി പുനർജനി കിടക്കുന്ന പോലെ ഇതിന്റെ അകത്തൂടെ പുനർജനിക്ക് പോകേണ്ട എത്ര പേര് കോട്ടയത്തുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, വർഷങ്ങളായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തത് എന്തുകൊണ്ടാ? അപ്പോഴേക്കും തിരുവഞ്ചൂരിന് പുതിയ ഐഡിയ കിട്ടല്ലേ? എന്താ ചെയ്യുക, എല്ലാം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, മാസം സർക്കാർ കോട്ടയം ആകാശപാതയ്ക്ക് വേണ്ടി കോടികൾ തരട്ടെ. അതല്ലേ ഹീറോയിസം. എല്ലാ കാര്യത്തിനകത്തും ഗവൺമെൻറ് സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഇത് തീർക്കാൻ പറ്റൂ. ആ സഹകരണം പൂർണ്ണമായി കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമം ഏറെക്കുറെ സക്സസ്ഫുള്ളായി പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ അതിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കും. എന്ത് ചെയ്യാനാ തിരുവഞ്ചൂരേട്ടാ, ഇവിടെ ആർക്കും ഈ പറഞ്ഞ നന്മില്ലാണ്ട് പോയി. എന്താ ചെയ്യുക? അതുകൊണ്ടല്ലേ നിയമസഭയിൽ വരെ ഇങ്ങനെ ആകാശപാതേനെയും ആകാശപാത കൊണ്ടുവന്ന തിരുവഞ്ചൂരിനൊക്കെ എല്ലാവരും ഇങ്ങനെ അപമാനിക്കണത്. കോട്ടയം ആകാശപാത കണ്ടിട്ടുണ്ടെങ്കിൽ ബിനാലേക്ക് വന്ന ഏതോ കലാകാരൻ ഉണ്ടാക്കി വെച്ച ശില്പം പോലെ ഉണ്ടെന്നാണ് KB ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പാതി വഴിയിൽ നടക്കുന്ന 2-3 പ്രോജക്റ്റ് കൂടിയുണ്ട്. ഇനി ഇതുപോലത്തെ ഇഷ്ടംപോലെ വെറൈറ്റി ഐഡിയകൾ ഉണ്ടല്ലേ? വേണ്ടാത്ത ഉള്ള തുരുമ്പെടുത്ത കമ്പികൾ തന്നെ എന്നാണ് കെട്ടിമറിഞ്ഞ് തലയിൽ വീഴുന്ന ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ഐഡിയ കൊണ്ടുവരുന്നത്. കോട്ടയം പോലെ ഒരു ചെറിയ പട്ടണം, ആ പട്ടണത്തിൽ ഇതുപോലൊരു ആകാശപാത കിട്ടി എല്ലാവരും ഇത് കൂടെ കയറി ലിഫ്റ്റേലോ മറ്റേ ലിഫ്റ്റും ഉണ്ട് പടിയുണ്ട്, അത് അങ്ങനെ കയറി അപ്പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? എന്തൊക്കെയായിരുന്നു ആകാശപാത, അതിൻ്റെ അകത്ത് മാള്, ലിഫ്റ്റ്, എസ്കലേറ്റർ, അക്വേറിയം, ഭക്ഷണശാല, എന്തിനേറെ പറയുന്നു ഗാന്ധി സ്മാരകം വരെ തിരുവഞ്ചൂർ പ്ലാൻ ചെയ്തതായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആകാശപാതയിൽ മുഴുവനും കാടും പടലും കയറി തുരുമ്പെടുത്തത് മിച്ചം. എന്തോ ചെയ്യണം പ്രതിവിധി ഇനി വേണം, ഈ കൈകാലാകെ വിറയ്ക്കുന്നേ അത് മാറ്റണം. പെട്ടെന്നാരോ തട്ടി വിളിച്ചതുപോലെ എട്ടേറും മുന്നേ ഞെട്ടിയുണർന്നൊരു സ്വപ്നം നിന്നെ പോയി സമയം ഞങ്ങളുടെ സന്തോഷം. കോട്ടയം ആകാശപാത കാണുമ്പോൾ അയ്യേന്നും പറയുന്നവരുണ്ട്. ഒന്നുമില്ലെങ്കിൽ അത് പുതുക്കി പണിയണം, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റണം. അതല്ല അച്ഛാ, തുരുമ്പെടുത്ത ഈ സ്മാരകം കാണുമ്പോൾ കോൺഗ്രസ് അഴിമതിയുടെ ജീവിക്കുന്ന അസ്ഥി കൂടെന്നേ നാട്ടുകാർ പറയുള്ളൂ.